ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ദോശമാവ് തീർന്നു പോയോ? നമുക്ക് പെട്ടെന്ന് ദോശമാവ് തീർന്നും പോയി, അരയ്ക്കാൻ മറന്നും പോയി. നമുക്ക് പെട്ടെന്ന് ദോശയാക്കണം എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. എന്താണെന്നറിയോ, കുറച്ച് ദോശമാവ് ബാക്കിയുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് അരിപ്പൊടി അല്ലെങ്കിൽ പുട്ടുപൊടി, കുറച്ച് റവ, അതേപോലെ കുറച്ച് ഗോതമ്പ് മാവ്, ഇതെല്ലാം ഞാൻ ഓരോ പിടിയേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അടിപൊളിയായിരിക്കും. അപ്പോൾ മാവ് തരുന്ന സങ്കടമൊന്നും വേണ്ട, നമുക്ക് സൂപ്പറായിട്ടുള്ളൊരു ദോശ കിട്ടും. ഇത് കണ്ടില്ലേ? അപ്പോൾ നമുക്ക് കട്ടിക്ക് വേണമെങ്കിൽ കട്ടിക്കും ചുടാൻ പറ്റും, നൈസായിട്ട് വേണമെങ്കിൽ നൈസായിട്ടും ചുടാൻ പറ്റും. ഇത് കാര്യമാക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു ദോശ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദോശമാവ് തീർന്നു പോയാലും ഇങ്ങനെ നിങ്ങൾ ചെയ്യാറുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഞാൻ കുറച്ച് കട്ടിക്കാണ് ചുട്ടിരിക്കുന്നത്, കാരണം അത് കുട്ടികൾക്ക് ഇവിടെ ഇഷ്ടമാണ് അങ്ങനെ ചുടുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചുട്ടിരിക്കുന്നത്. അപ്പോൾ ദോശമാവ് തീർന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചുടാറുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ 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 ബൈ.